തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20ൽ 20 സീറ്റും നേടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം നേടും എന്നുള്ളതാണ്. രണ്ടാമത്, ദേശീയതലത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. രാജ്യത്തുടനീളം കോൺഗ്രസിന് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായുള്ള നിശബ്ദമായ ഒരു തരംഗം ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മാറ്റം ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അത്ഭുതകരമായ മാറ്റമുണ്ടാവും. ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, മതേതരവാദികളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവരെ അധികാരത്തിൽ നിന്ന് ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിലും മതേതര കേരളമാണ്. അതിശക്തമായ അനുകൂലമായൊരു തരംഗം UDF-ന് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ്. ഒരേ ടോണിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം ശ്രീ രാഹുൽ ഗാന്ധിയാണ്. 2014 മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ BJP നടത്തുന്ന പദ്ധതികൾ ഇപ്പോൾ ശ്രീ പിണറായി വിജയനും CPM-ഉം കേരളത്തിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. 2014 മുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണ് നരേന്ദ്രമോദിയും BJP നേതാക്കളും പ്രചരിപ്പിച്ചത്, അതിപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ CPM-ഉം പിണറായി വിജയനും ഇത് ആവർത്തിക്കുകയാണ്. ഒരേ സ്വരമാണ്, ഒരേ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് ഒളിച്ചോടിയെന്ന്. പിണറായി വിജയനും അതേ വാചകം ഇന്ന് പറയാണ്. ഇന്നലെ രണ്ടുപേരും കൂടി തീരുമാനിച്ചതുപോലെയാണ്. ഇന്ന് വീണ്ടും പറയാണ് രാഹുൽ ഗാന്ധി. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന്. ഈ പ്രധാനമന്ത്രി ഗുജറാത്തിലല്ലല്ലോ മത്സരിക്കുന്നത്, വാരണാസിയിലല്ല മത്സരിക്കുന്നത്. വാരണാസി വേറെ സ്റ്റേറ്റ് അല്ലേ, അല്ലേ? എന്നിട്ട് ആ പ്രധാനമന്ത്രി പറയാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല എന്ന്. ഞങ്ങളിത് ആര് ഏത് സീറ്റിൽ മത്സരിക്കണം, എങ്ങനെ പ്രചരണം നടത്തണം എന്നത് അതാത് പാർട്ടികളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ പ്രചരണം എന്തായിരിക്കണം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഞങ്ങളുടെ പ്രചരണം എങ്ങനെയാണ്, ഞങ്ങൾ പ്ലക്കാർഡ് പിടിക്കുന്ന കൊടി പിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ. അത് BJP-യുടെ ഓഫീസിലോ CPM-ന്റെ ഓഫീസിലോ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. ഇപ്പൊ കണ്ണൂര് മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കുന്നത് കണ്ണൂരാണ്. അവിടെയാണ് ബൂത്ത് പിടുത്തമുള്ളത്, അക്രമങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. നിങ്ങൾ അവിടെ മത്സരിക്കാതെ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ഞാൻ പറയോ? ഞങ്ങൾ അങ്ങനെ പറയില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാം, അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്റെ ജില്ലയായ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതപ്പോ ഓരോരുത്തരും ഓരോ സ്ഥലത്തും മത്സരിക്കണമെന്നാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJP-യേക്കാൾ അലോസരപ്പെടുത്തുന്നത് CPM-നാണ് എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നത് എന്റെ സമനില തെറ്റിയെന്നാണ്. അദ്ദേഹം നവകേരള സദസ്സിന്റെ സമയത്ത് ഞാൻ എണ്ണി 9 പ്രാവശ്യം എന്റെ സമനില തെറ്റിയെന്ന് പറഞ്ഞു. ഞാൻ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു, പെൻഷൻ കൊടുക്കാത്തതിനെ വിമർശിച്ചു. 55 ലക്ഷം പേർക്ക് 7 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ടില്ല. 1 കോടി പാവപ്പെട്ട മനുഷ്യർക്ക് കേരളത്തിലെ 7 മാസമായി പെൻഷൻ കൊടുക്കാതെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിറക്കുന്നത്. എന്നിട്ട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായെടുത്താൽ പൗരത്വ നിയമം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒറ്റ ആശുപത്രിയിൽ മരുന്നില്ല. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. കാരുണ്യ കാർഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്വീകരിക്കില്ല. 1500 കോടിയാണ് കാരുണ്യ ഇതിന്റെ ബെനവലന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കാസ്പ് കാർഡുമായിട്ട് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത്. മാവേലി സ്റ്റോറിൽ സാധനമില്ല. 16,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. 40,000 കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൂടി കൊടുക്കാനുണ്ട്. ഖജനാവിൽ 5 പൈസ ഇല്ല. കേരളം മുഴുവൻ ജപ്തി നടപടികളാണ്. 1/3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത്. പ്ലാൻ ഫണ്ട് 50% പോലും തികച്ച്
നടത്താത്ത കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ചെലവാക്കിയ വർഷമാണ്. അപ്പൊ ഞാൻ അതിന് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി എനിക്ക് സമനില ഒരാൾ ഇദ്ദേഹം പണ്ടുപോലെ ഇത് പറയുന്ന ഒരാളാണ്. വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന സമയത്ത് SNC ലാവലിന്റെ ഫയൽ വന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി അതൊരിക്കലും SNC ലാവലിന്റെ ഇതിൽ പോകരുത്, തെറ്റാണ്, സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ അന്നത്തെ ധനകാര്യമന്ത്രി വരദാചാര്യയുടെ തല പരിശോധിക്കണം എന്നാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഈ മുഖ്യമന്ത്രി എഴുതി വെച്ചതെന്ന്. നിയമസഭയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആരെതിർത്താലും ആളുടെ സമനില തെറ്റി തല പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ലേ ശരിക്കും? അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, അല്ല ഞങ്ങളാരുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ? നിങ്ങൾ കണക്ക് പരിശോധിച്ചോ? അദ്ദേഹം ഈ സമീപകാലത്ത് തന്നെ എത്ര പ്രാവശ്യം എത്ര പേരുടെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ ഞാൻ നുണ പറഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുറിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത്. ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? CA പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് MPമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഞാൻ, ശശി തരൂര്, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സിബലൊക്കെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ, കോൺഗ്രസിന്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് അതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു, പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി, വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. പച്ചക്കള്ളം പറഞ്ഞ ആരാ? നട്ടാ കുറിക്കാത്ത നുണ പറഞ്ഞ ആരാ? പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു. 2019 കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കല്ലേ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. നാഷണൽ മീഡിയയിൽ 2019 മുതൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ, അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഇപ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ, പൗരത്വ നിയമം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും, ആ നിയമം ഇല്ലാതാക്കും എന്ന് പറയില്ലേ. എന്നിട്ട് മുഖ്യമന്ത്രി 35 ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് നുണ പറയുന്നത്. പിന്നെ അതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, പുതിയ മുദ്രാവാക്യമാണ്. എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം? ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു. ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ചപിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടുവന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ, ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇവർ ഈ 2021 ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത്. ഈ 2021 അതായത് 73 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്. ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത്? അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു, അവരെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ RSSന്റെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല, ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ RSSന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിനുള്ളത്? കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒറ്റ മറുപടിയില്ല. ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ? ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ള. കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം? അതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയത് ആരാ? പറയുന്നത് ആരും മറക്കണ്ട. 1987 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആരാ? എന്തെല്ലാം കേസുണ്ട്?
ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നതുകൊണ്ട് എത്ര കേസ് പിൻവലിച്ചു? തമിഴ്നാട് ഗവൺമെന്റ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു. ഇവിടെ ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. പൗരത്വ നിയമത്തോട് സ്നേഹമുള്ള ആള് എന്തുപറ്റി കേസ് പിൻവലിക്കാറുന്നത്? BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ? UPA ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ? കേന്ദ്രമന്ത്രിയായി. അപ്പൊ എന്താ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്? മതേതര ഭാരതത്തിന്റെ ചങ്കിനേറ്റ കുത്തെന്നാണ് പറഞ്ഞത്. ഇവിടെ വേങ്ങര ഇലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അപ്പൊ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മലപ്പുറത്തിന്റെ ഒരു വർഗീയ മനസ്സെന്ന് അല്ലെ? എല്ലാ വിഭാഗം ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വന്നത്. അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന് വർഗീയ മനസ്സാണോ എന്നാണോ CPMന്റെ അഭിപ്രായം? ഒരു മന്ത്രി പറഞ്ഞതാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, ദയവ് ഇത് പറയിപ്പിക്കരുത്. നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളല്ലേ വഖഫ് നിയമനം മുഴുവൻ PSCക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്നു. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത്? ഞങ്ങളല്ലേ എതിർത്തത്? പൗരത്വ നിയമത്തിനെതിരായി കേസ് കൊടുത്തിരിക്കുന്നത് ആരാ? മുസ്ലിം ലീഗല്ലേ കൊടുത്തിരിക്കുന്നത്. എന്താ ഇവർക്ക് എന്താ ഇതിനകത്ത് കാര്യം? അപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞപ്പോൾ BJP ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പൊ വടകരയിൽ എന്താ ചെയ്തത്? വടകരയിൽ ബോംബ് പൊട്ടി CPMകാരുടെ കൈ പോയി. അവിടുത്തെ CPI സ്ഥാനാർത്ഥി വന്നൊരു നുണബോംബ് പൊട്ടിച്ചു, അത് ചീറ്റിപ്പോയി. അപ്പൊ അവര് പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഞങ്ങളുടെ കയ്യിൽ അവര് പോലീസിന് കൊടുത്ത പരാതിയുണ്ട്. അവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അവർക്കെതിരായി വീഡിയോ ക്ലിപ്പിംഗ് നടത്തി പ്രചരണം നടത്തുന്നു എന്ന് അവര് കൊടുത്ത 10 പോയിന്റുകളിൽ 8ഉം 9ഉം പോയിന്റുകളാണ്. അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ചോദിച്ചത് ഈ വീഡിയോ ആര് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരോ UDFകാരാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാം എന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ ഞാൻ 2-3 ദിവസമായി പറയണം. ഇന്നലെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വീഡിയോ എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, അവര് പരാതിയും കൊടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. വ്യാപകമായി ഈ വടകരയിലെ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞങ്ങൾ വീഡിയോ പ്രചരിപ്പിക്കുകയാണ്, ഷാഫി പറമ്പിലാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിട്ട സൈബർ ആക്രമണം എന്താ? എനിക്കെതിരെ 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛനെ കുറിച്ച് വരെ എഴുതി. ഇതിനുശേഷം സൈബർ ആക്രമണം. ഷാഫി പറമ്പിലിന്റെ ഉമ്മയെ വരെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു. ഞങ്ങളാണ് സൈബർ ആക്രമണം നേരിട്ടത്. എന്നിട്ട് ഇവര് വന്നിട്ട് ഇപ്പൊ പറയുക ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഗദ്ഗത കണ്ടയായതല്ല, ഞാനൊന്ന് വികാരപരിതയായതല്ല, പൊടി കയറിയിട്ട് അസുഖം വന്നിട്ടാണ് കരഞ്ഞ പോലെ തോന്നിച്ചതെന്ന്. എന്തൊരു അഭിനയമാണിത്, എന്തൊരു അഭിനയമാണ്. എത്ര പേരാണ് ഇതിന്റെ പേരിൽ ചീത്ത കേട്ടത്. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് നുണയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെടുത്ത മുഴുവൻ കേസുകൾ പിൻവലിക്കണം, മുഴുവൻ കേസുകൾ പിൻവലിക്കണം. പാവപ്പെട്ടവർക്കെതിരെ, നിരപരാധികൾക്കെതിരെ കേസെടുത്തിരിക്കുക. ഞാനൊരു 9 പരാതി കൊടുത്തു എനിക്കെതിരെ, ഒറ്റത്തിനും കേസെടുത്തില്ല. ഇലക്ട്രൽ ബോണ്ടിൽ കാശ് വാങ്ങി നരേന്ദ്രമോദി എന്ന് പോസ്റ്റ് ഇട്ട പാലോടിലൊരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരായി കേസെടുത്തു. എന്താ കേസെന്നറിയാം? FIR. നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്. അതിന് കേസെടുത്ത ഈ പിണറായി വിജയനാണ് നമ്മളോട് മതേതരത്വത്തെ കുറിച്ച് പറയുന്നത്, മോഡി വിരുദ്ധത പറയുന്നത്. മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തിയെന്ന്, സെക്യൂരിറ്റി ഇലക്ട്രൽ ബോണ്ടിൽ പൈസ വാങ്ങിയെന്ന് പോസ്റ്റ് ഇട്ടേ മോഡിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ് ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്ത് വർഗീയതയ്ക്കെതിരായി സംസാരിച്ചതിന്. അപ്പൊ മോഡിക്കെതിരായി കേരളത്തിൽ സംസാരിച്ചാൽ പിണറായിയുടെ പോലീസ് കേസെടുക്കും. നമുക്കെതിരെ എന്തു സൈബർ ആക്രമണവും നടക്കാം, കുടുംബാംഗങ്ങളെ വരെ വലിച്ചഴിക്കാം. എന്നിട്ടാണ് ഇവരിപ്പോ ഇത് പറയുന്നത്. ഇതിപ്പോ 7 നിലയിൽ ചീറ്റിപ്പോയില്ലേ ഈ പറഞ്ഞ കാര്യം? എത്രമാത്രമാണ് ആ ഷാഫി പറമ്പിൽ അപമാനിക്കപ്പെട്ടത്? ഷാഫി പറമ്പിൽ ഇതാണ് പണി, അശ്ലീല വീഡിയോ ഉണ്ടാക്കിയെന്നാ പറഞ്ഞത് ഷാഫി പറമ്പിൽ. ഇപ്പൊ പറയാ വീഡിയോ ഇല്ല, പോസ്റ്ററാണ്. ഏത് പോസ്റ്റർ? എവിടെ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഒരു മാധ്യമപ്രവർത്തകർ ആരും കണ്ടിട്ടില്ല വീഡിയോ, ഞങ്ങളാരും കണ്ടിട്ടില്ല വീഡിയോ. പോലീസിനോട് ഞങ്ങൾ അന്വേഷിച്ചു, പോലീസിന്റെ കയ്യിലില്ല. ഇവര് പോലീസിന് കൊടുത്ത പരാതിയിൽ അതിന്റെ കോപ്പിയില്ല. അപ്പൊ പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച എനിക്കെതിരായി അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വൈകാരികമായ തരംഗം ഉണ്ടാക്കാൻ ചെയ്ത
നുണബോംബാണ്. ഞാൻ അന്ന് പറഞ്ഞല്ല ഇത് നുണബോംബാണെന്ന്. ഇപ്പൊ നുണബോംബ് പൊട്ടിയല്ലേ, മറ്റേ പാനൂരിലെ ബോംബും പൊട്ടി, ഈ നുണബോംബും പൊട്ടി, രണ്ടും കൂടി ഒരുമിച്ച് പൊട്ടി. അത് പിണറായി വിജയൻ പറഞ്ഞതാണ്. അല്ലല്ല, പിണറായി വിജയൻ പറഞ്ഞതാണ്. ഞങ്ങള് കരട് തയ്യാറാക്കിയിട്ട് ഇതൊന്ന് നോക്കി തരണമെന്ന് പറഞ്ഞാൽ എന്തായാലും പിണറായി വിജയന്റെ അടുത്ത് കൊടുത്തിട്ടില്ല. പുള്ളി പറഞ്ഞാണ്. അതുകൊണ്ട് എന്താ വാർത്ത വന്ന് ഞങ്ങൾ എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തത് ഞങ്ങളുടെ പ്രകടന പത്രികയാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയുടെ കാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാക്കിയ ഭരണഘടനാപരമായ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കും. അതിനെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിൽ വെച്ച് കേരളത്തിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പൌരത്വ നിയമം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കില്ല, അതിനെ എതിർക്കും. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ AICC ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനറാണ്. UPA ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ പൌരത്വ നിയമം അറബിക്കടലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് വേറെ ചർച്ചയില്ല, അത് അവസാന വാക്കാണ്. നിങ്ങൾക്ക് ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വന്ന് അത് വ്യക്തമാക്കി. ഇനി പിണറായി വിജയന് ദേശാഭിമാനിക്ക് തലക്കെട്ടുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക. ഈ കള്ള വീഡിയോ ഇപ്പൊ പറഞ്ഞിട്ട് ഇല്ലാത്ത വീഡിയോ വെച്ചിട്ട് പോൺ എന്നുള്ള വാക്കുപയോഗിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ അപമാനിച്ച് ഈ മഞ്ഞപത്രം ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഇതിട്ട് അവർക്ക് വേണമെങ്കിൽ തലക്കെട്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഇതാണ്. വേറെ ആരെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കും, ഒരേ ആളെ തന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ ഇഷ്ടംപോലെ ഞാൻ എണ്ണി പറഞ്ഞാൽ ഇഷ്ടംപോലെ വൃത്തികേട്. വേറെ എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് അന്ന് അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അവരെതിരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഇത് കരിദിനമാണ്, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കൊള്ളക്കാരിലേക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു. 1948 കൽക്കട്ട തീസിസ് വെച്ച് ട്രെയിനുകൾ ബോംബ് വെച്ച് അട്ടിമറിച്ച് വിപ്ലവം ഉണ്ടാക്കി നെഹ്റു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നോക്കി. ഒരുപാട് കാലങ്ങളിൽ ദേശീയ വികാരം ഇല്ലാതിരുന്ന ആളുകളാണ്. ഇപ്പോ ഇന്ത്യ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതോട് ഏത് കാലത്താണ് അവർ യോജിച്ചിട്ടുള്ളത്? അതാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പൊ 2021 എത്ര വർഷം? 73 വർഷം കഴിഞ്ഞിട്ടാണ് പാർട്ടിക്ക് ദേശീയ പതാക ഉയർത്തുന്ന തീരുമാനമെടുത്ത്. അതുകൊണ്ടാണ് അപ്പൊ അവരുടെ പാരമ്പര്യമൊന്നും പറയണ്ട. ഈ മുദ്രാവാക്യം അവർക്ക് പറ്റിയതല്ല. അവർ ഇതിന് വിരുദ്ധമായ നിലപാടാണ് ഇത്രയും കാലം എടുത്തിരുന്നത്. എന്താണ് ന്യൂനപക്ഷങ്ങൾ? അല്ലല്ല, അത് അവർക്ക് പറയാല്ല. ഞങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്? അവർ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? CPM എത്ര സീറ്റിൽ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നുണ്ട്? ബംഗാളിലൊക്കെ 5-6 സ്ഥാനത്ത് പോകുന്ന സ്ഥലത്തൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇവിടെ ഈ 15 സീറ്റിലും തമിഴ്നാട്ടിലെ 2 സീറ്റിലും രാജസ്ഥാനിലെ 1 സീറ്റിലും ത്രിപുരയിലെ 1 സീറ്റിലും 19 സീറ്റിലാണ് മത്സരിക്കുന്നത്. 540 അംഗമാണ് പാർലമെന്റിലുള്ളത്. എന്നിട്ട് ഇവരാണോ നരേന്ദ്രമോദിയെ താഴെയിറക്കാനും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും പോകുന്നത്? അതിനുള്ള എന്റെ മറുപടിയാണ്, വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ്. എന്താണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് പിന്നെ? എന്ത് പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലുള്ളത്? അതല്ലേ എന്റെ മറുപടി. പിന്നെ ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി, മൈനോറിറ്റി വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടാണ്. നിങ്ങള് ദേശാഭിമാനിയിൽ അങ്ങനെ ഇന്നലെ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു.
അതായത് തെലങ്കാന സർക്കാർ കേസ് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ ദേശാഭിമാനി തന്നെയുള്ള 11-ാം പേജ് ഒന്ന് മോനെ എടുത്തു നോക്ക്. അതിൽ 12 പേർക്കെതിരായിട്ട് കേസെടുത്തുന്നുണ്ടായിരുന്നു. അല്ലെന്നേ, മാനേജ്മെന്റ് ആക്രമിച്ചതിനെതിരെ അവിടെ പോയി സ്റ്റാച്യു തകർത്തതിനെതിരായി, സ്കൂൾ അടിച്ചു തകർത്തതിനെതിരായി 12 പേർക്കെതിരായി കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത കേസെടുത്തിട്ടുണ്ട്. അത് സ്കൂൾ മാനേജ്മെന്റിനെതിരായിട്ട് വേറെ കൗണ്ടർ കേസ് അവർ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ദേശാഭിമാനിൽ 2 വിരുദ്ധ വാർത്തകളാണ്. എഡിറ്റോറിയലിൽ കോൺഗ്രസ് സർക്കാർ കേസെടുത്തില്ല എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ പറയും, എഡിറ്റോറിയൽ എഴുതിയ ആൾ അറിഞ്ഞിട്ടില്ല. മറ്റേ റിപ്പോർട്ട് ചെയ്തത് 11-ാം പേജിൽ 12 പേർക്കെതിരായി കേസെടുത്തുന്നുണ്ട്. എന്തൊരു തമാശ പത്രമാണ്. മോദിക്കും രാഹുലിനും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥിരം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, രാഹുൽ ഗാന്ധി തിരിച്ചും വിമർശിക്കുന്നു. അപ്പോ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ബിജെപി. ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഇവിടുത്തെ കോഴിക്കോട് ബീച്ചിൽ വന്ന് പ്രസംഗിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്യാണ്. രാഹുൽ ഗാന്ധി 40 മിനിറ്റ് സംസാരിച്ചു. 38 മിനിറ്റ് സംസാരിച്ചത് ബിജെപിക്കെതിരെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു. ഞാൻ അദാനിക്കെതിരായി സംസാരിച്ചതിന് അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്തു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിരന്തരമായ പോരാട്ടമാണ് ബിജെപിക്കെതിരായി നടത്തുന്നത്. ആ എന്നെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാ ദിവസവും കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? കുറച്ച് എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് സമയം മോഡിക്കെതിരെ പറയാൻ അദ്ദേഹം ചെലവാക്കണം. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്ത് മോഡിക്കെതിരായും സംഘപരിവാർ ഭരണകൂടത്തിനെതിരായും നിലപാടെടുക്കുന്ന എല്ലാ ഭരണകൂടങ്ങൾക്കെതിരായി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് അവർ കേസെടുക്കുകയും അവർ സമ്മർദ്ദം ചെലുത്തുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ വരെയായി ആണ്. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു സമൻസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾ സംഘപരിവാർ വിരുദ്ധ നിലപാടാണോ അവരുടെ കൂടെയാണോ എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഈ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ CPM പ്രചരിപ്പിക്കുന്നത്. ഉണ്ട്. ഞാൻ പകർപ്പുണ്ട് എന്റെ കയ്യിലുണ്ട്. പകർപ്പ് പുറത്തുവിടാം, ഉറപ്പായിട്ടുണ്ട്. ഉറപ്പുണ്ട്, എന്റെ കയ്യിലുണ്ട്. അല്ല, ഫോണല്ല ഞാൻ പറഞ്ഞത്. അല്ല, വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വീഡിയോ വീഡിയോ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത്? അല്ല, വീഡിയോ ക്ലിപ്പ് ഇല്ലെന്ന് അവര് പറഞ്ഞത്. വ്യാജ പോസ്റ്ററുകൾ, വ്യാജ വീഡിയോ എന്നിവയിൽ പരാതിക്കാരിയെ വളരെ മോശമായി അഭിസംബോധന ചെയ്ത് പ്രചരിപ്പിച്ചും സംസ്കാരശൂന്യമായ നിരവധി പ്രസ്താവനകൾ നടത്തിയും വോട്ടർമാരെ തെറ്റായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വ്യാജ ഫോട്ടോകളിലും വീഡിയോകളിലും പരാതിക്കാരിയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നു. MP ഗോവിന്ദന്റെ ഉണ്ട്. MP ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച് വ്യാപകമായിട്ട് അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു. ഞാൻ വൃന്ദ കാരറ്റിന്റെ ഇതിൽ കാണിച്ചു എക്സിൽ ചെയ്തിരിക്കുന്ന പോസ്റ്റ് കാണിച്ചു തരാം. 60th വീഡിയോ എന്നല്ലേ പറഞ്ഞേക്കണം. ആ ചിത്രം ഒന്ന് കണ്ടാൽ മതി. അല്ല, BJPക്ക് മൈലേജ് ഉണ്ടാക്കാൻ നടത്തിയ ശ്രമമാണോ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. കാരണം BJPക്കൊന്നും ഒരു മൈലേജ് അവിടെ ഉണ്ടാവില്ല. അവിടെ BJP ജയിക്കില്ല, അവിടെ UDF ജയിക്കും. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയത് 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്താണ് ഈ വൃത്തികേട് മുഴുവൻ അവിടെ നടന്നത്. ഇത് കേരളത്തിന്റെ ഉത്സവമാണ്. തൃശൂർ പൂരം തൃശൂരിന്റെ മാത്രമല്ല, എല്ലാ ഉത്സവമാണ്, മതേതര ഉത്സവമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകൾ ചെല്ലുന്നതാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന രീതികളുണ്ട്. ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി അതിന്റെ അകത്തുള്ള തർക്കങ്ങളെല്ലാം തീർത്താണ്. മനഃപൂർവ്വം ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ. സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? ഇവരെല്ലാം ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. വെളുപ്പിന് നടത്തേണ്ട വെടിക്കെട്ട് എന്ന് വെച്ചാൽ തൃശൂർ പൂരത്തിന്റെ ഒരു ഭാഗമാണ് വെടിക്കെട്ട്. അത് കാണാൻ വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അവരെ എഴുന്നള്ളിപ്പ് പോലും കാണാൻ സമ്മതിക്കാതെ പോലീസ് ഇതുവരെ ചെയ്യാത്ത രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. ലാത്തിയടിയാണ്.
മാത്രമല്ല ഇത് ഈ പൂരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 മാസം മുമ്പ് തന്നെ പൂരം അലങ്കോലപ്പെടുത്താൻ ഉള്ള നടപടികളുമായിട്ടാണ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റും പോയിരുന്നത്. ഇതൊരു പരമ്പരാഗതമായി നടക്കുന്ന സംഭവം. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, വേണ്ടെന്ന് പറ, ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇതാണെന്ന് പറ. അപ്പൊ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന സംഭവങ്ങൾ എങ്ങനെ കമ്മീഷണറുടെ മാത്രം തലയിൽ വെക്കുന്നത്? കമ്മീഷണർ മാത്രമാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് എല്ലാവരും ഇപ്പൊ പറയാ. അപ്പൊ കമ്മീഷണർ കുഴപ്പമുണ്ടാക്കിയെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗമല്ലേ കമ്മീഷണർ. ഉറപ്പായിട്ടുണ്ട്. തൃശ്ശൂരിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. ആ ഭീതിയിലാണ് BJP ഭീതിയിലാണ് ആ മുഖ്യമന്ത്രി നിൽക്കുന്നത്. കരിവന്നൂരിൽ ഞാനത് ആദ്യം മുതലേ പറയാനുള്ള, കരിവന്നൂരിൽ എന്താണ് ED ചെയ്തത്? എല്ലാവരെയും വിളിച്ചു വരുത്തി. CPM നേതാക്കളെ ചോദ്യം ചെയ്തു, അവരുമായിട്ടുള്ള ബന്ധമുള്ള തെളിവുകൾ കാണിച്ചു. അവർ വിചാരിച്ച അറസ്റ്റ് ചെയ്യുമെന്ന്. അറസ്റ്റ് ചെയ്തില്ല. 2ാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി, 3ാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി, 4ാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി. അറസ്റ്റ് ചെയ്യും എന്നുള്ള ഭീഷണിയുടെ നിഴലിലാണ് നിൽക്കുന്നത്. വിറപ്പിച്ച് നിർത്തിയേക്കുക. അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ 2 കൂട്ടരും കൂടി ഞങ്ങൾ 1 അല്ല 2 ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിമ്മിക്ക് കാണിക്കാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴല്ലല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത്. അറസ്റ്റ് ചെയ്താലും അങ്ങനെ എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഒരാളെയും ചെയ്തിട്ടില്ല. ഈ പ്രധാനമന്ത്രി കരിവന്നൂരിലെ ആളുകളുടെ ബാങ്കിലെ കാശ് നഷ്ടപ്പെട്ടത് ഇപ്പോഴാണ് അറിയണത്. ഞാനിപ്പോ കരിവന്നൂരിലെ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് ഹൃദയം കൊടുക്കാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി തയ്യാറാക്കിയത് എത്ര നാളായി, എത്ര മാസമായി ഇത് തുടങ്ങിയിട്ട്? ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ്, തൃശ്ശൂർ BJP സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴാണോ പ്രധാനമന്ത്രി അറിഞ്ഞത് കരിവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണം? മുഖ്യമന്ത്രി പറഞ്ഞു കരിവന്നൂരിലെല്ലാം നോർമലായി എന്ന് പറഞ്ഞാൽ നാളെ ബാങ്കിന്റെ മുമ്പിൽ ആള് കൂടും. ഒരു 10 സെന്റ് സ്ഥലം 1 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചവന്റെ സ്ഥലം എടുത്തിട്ട് ഈ CPM നേതാക്കളുടെ അറിവോടുകൂടി 50 ലക്ഷം രൂപ എടുത്തു. ഈ പാവപ്പെട്ടവരെ അറിയാതെ 6 മാസം കഴിഞ്ഞപ്പോ 1 ലക്ഷം രൂപ ലോൺ എടുത്തവന്റെ വീട്ടിലേക്ക് 50 ലക്ഷവും പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് വന്നു. അതാണ് കേസ്. ഇഷ്ടംപോലെ ആളുകൾ ആത്മഹത്യ ചെയ്ത് കൊള്ളയടിച്ചാണ് CPM. സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടി. സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടുണ്ടെന്നതിന് തെളിവുകളുണ്ട്, ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടെന്നതിന് തെളിവുകളുണ്ട്. ഇവര് 2017 മുതൽ ഇവരുടെ കയ്യിൽ കിട്ടിയ കാര്യമോ? പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയുള്ള ആളാ. 2017 മുതൽ അറിയാം ഇവിടെ ഇങ്ങനൊരു കൊള്ള നടക്കുന്നെന്ന്. എന്നിട്ടത് നിവർത്തിയില്ലാതെ ബാങ്കിലെ ആളുകൾക്ക് പണം കൊടുക്കാതെ പ്രശ്നമായപ്പോഴും മാത്രമാണ് പുറത്തു വന്നത്. പാർട്ടിയാണ് കമ്മീഷൻ വെച്ച് തീരുമാനിക്കുന്നത്. ഈ പാവപ്പെട്ടവന്റെ 300 കോടി രൂപ അത് കൊള്ളയടിച്ചുകൊണ്ടുപോയത്. ഇഷ്ടംപോലെ അക്കൗണ്ട് ഉണ്ട്, വ്യാജ അക്കൗണ്ടുകൾ, ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ടുകൾ. പാവപ്പെട്ടവന്റെ പണം വെച്ച് ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ കൊണ്ടുപോയി പണം പാർക്ക് ചെയ്യണ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അതാണ് പുറത്തു വരേണ്ടത്. ഇവർ രണ്ടുപേരും കൂടി ഒത്തുകളിക്കുകയാണ് ED കേസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഏത് വിജിലൻസ്? എന്താ അന്വേഷിച്ച വിജിലൻസ്? എവിടെ അന്വേഷിച്ചത്? ആരെ പണം കൊണ്ടുപോയത്? എവിടേക്കാണ് കൊണ്ടുപോയത്? അവരുടെ ഈ കൊണ്ടുപോയ ആളുകളുടെ പണം, അവരുടെ സ്വത്ത് ജപ്തി ചെയ്ത് ഈ പാവപ്പെട്ടവന് കൊടുത്തോ? ഇപ്പൊ അല്ലാത്ത നികുതി പണം എടുത്താണ് കൊടുക്കുന്നത്. അതും ഇഷ്ടംപോലെ ആളുകൾക്ക് കൊടുക്കാനുണ്ട്, ധാരാളം പേർക്ക്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പങ്കെടുത്ത പല പരിപാടിയിലും ലീഗിന്റെ കൊടി, എല്ലാ കൊടിയും ഉണ്ടായിരുന്നു. 2 കൊടിയും കൂടി ഇങ്ങനെ നല്ല വെച്ച് കെട്ടിയിട്ട് ഇഷ്ടംപോലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി നടത്തിയ പരിപാടിയിലുണ്ടായിരുന്നു, എല്ലാ പരിപാടിയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അവര് ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഞങ്ങളുടെ പാർട്ട്ണറല്ലേ. കേരളത്തിലാണെങ്കിൽ എത്ര ദശാബ്ദകാലമായി, പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലം മുതൽ ഞങ്ങളുടെ പാർട്ട്ണറല്ലേ IUML. ഇവര് അതായത് സ്മൃതി ഇറാനി പറഞ്ഞ വാക്കാ ഞാനാ പറഞ്ഞത്. ഒരേ സ്ഥലത്താണ് ഈ പ്രസ്താവന തയ്യാറാക്കുന്നത്. സ്മൃതി ഇറാനിയും പിണറായി വിജയനും പറഞ്ഞ ഒരേ വാചകമാണ്. ലീഗ് ബന്ധം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയതലത്തിൽ. ലീഗ് ബന്ധം മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പാർട്ണറാക്കുമോ ലീഗിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവര് എല്ലാ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലും പങ്കെടുക്കുന്ന ഒരു യോഗം പോലും അവർ മിസ് ചെയ്തിട്ടില്ല. പിന്നെന്താ? പിന്നെ കേരളം മുഴുവൻ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും കൂടി ഒരുമിച്ച് കെട്ടിയല്ല വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പരസ്യത്തിലും ലീഗിന്റെ കൊടിയുണ്ടല്ലോ, എല്ലാ പരസ്യത്തിലും. UDFന്റെ എംബ്ലം തന്നെ കോൺഗ്രസിന്റെ കൊടിയും ലീഗിന്റെ കൊടിയും കേരള കോൺഗ്രസിന്റെ കൊടിയെ കൂടി കൊടിയാണ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എങ്ങനെയായാലും എന്റെ ശ്രദ്ധയിലൊന്നും
ലീഗിനൊരു പരാതിയില്ലല്ലോ, ദേശാഭിമാനിക്ക് മാത്രം പരാതി ഉണ്ടായിരുന്ന കാര്യം. അവർക്കൊന്നും ഒരു പരാതിയില്ല. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിയത് ക്യാമ്പയിൻ ചെയ്തു. പക്ഷെ ഇത്തവണ അത്രയും കോൺഫിഡൻസ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നു. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് എല്ലാവരുടെയും ഹോപ്പ് എന്ന് പറഞ്ഞത്, എല്ലാവരുടെയും പ്രതീക്ഷ ആ മനുഷ്യനാണ്. ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ BJP സംഘപരിവാർ നിൽക്കുമ്പോൾ ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ തെരുവുകളിലൂടെ നടന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച ആ മനുഷ്യനാണ് ജനാധിപത്യ ഭാരതത്തിന്റെയും മതേതര ഭാരതത്തിന്റെയും സ്വപ്നവും പ്രതീക്ഷയും. അത് തല്ലിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. അല്ല, ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രധാനപ്പെട്ട കക്ഷിയൊന്നുമില്ല. അതിലെ ദേശീയ നേതാക്കൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് പറയുന്നതാണ് ആ സീതാറാം യെച്ചൂരി പ്രകാശ് കാരോട്ടൊക്കെ അവിടെ നന്നായിട്ട് സഹകരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ വരുമ്പോ അവര് പറയണം, കാരണം ഇവരുടെ ചെലവിലാണ് ആ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആ പാവങ്ങൾ പറയണമെന്നേ ഉള്ളൂ. ഞങ്ങൾ അവരെ പറ്റി ഒരു പരാതിയും പറയാറില്ലല്ലോ. യെച്ചൂരിയെ കുറിച്ചോ ആരാട്ടിനെ കുറിച്ചൊന്നും ഞങ്ങളൊരു പരാതിയും പറയാറില്ല. അവര് പാവങ്ങളെ പാർട്ടി കോൺഗ്രസിൽ വന്നിട്ട്, കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് മോഡിയും BJPക്കെതിരെ വിമർശിച്ചു. പിണറായി വിജയൻ മാത്രം മോഡിയെയും BJPയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. പാർട്ടി കോൺഗ്രസ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായിരുന്നു, മിണ്ടൂല, പേടിയാണ്. ഞാൻ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ആദ്യത്തെ പരാതി കൊടുത്തു, രണ്ടാമത്തെ പരാതി കൊടുത്തു. വീണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഇത് നടന്നുപോട്ടെ എന്നുള്ളൊരു ലൈനിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത്. അത് ശരിയല്ല. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. വോട്ടിന്റെ ബാലറ്റിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല ഇക്കാര്യത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സീൽഡ് ബാലറ്റ് വേണം, വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാർ ബൂത്ത് ലെവൽ ഏജന്റുമാർ വേണം എന്ന് ഞങ്ങൾ നിർബന്ധമായി പറഞ്ഞതാണ്. എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് കാണിക്കുന്നത് ശരിയായ ഒരു സമീപനം അല്ല എന്നുള്ള പരാതി. ഉറപ്പല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ആളുകൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ല, മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദുരിതപൂർണമാക്കി മാറ്റിയ സർക്കാരാണ്. കേരള സർക്കാരിനെതിരായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ടും അതിശക്തമായ വിരോധം ആളുകളുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ജയിക്കുന്നതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, കൃത്യമായ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവാണ് നമ്മളെന്നുള്ള ബോധ്യവും അവർക്കുണ്ട്. അല്ല, അദ്ദേഹമാണ് അല്ല ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി അവിടുത്തെ സിറ്റിംഗ് MP അല്ലേ? എന്തിനാ ഈ ബിനോയ് വിഷയം കൊണ്ടുവന്നിട്ട് ഈ ആനി രാജയെ മത്സരിപ്പിക്കണം? പിണറായി വിജയൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിണറായി വിജയൻ പോയി ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കണം. അവരാണ് പറഞ്ഞത് കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് കേരളത്തെ നാണക്കെടുത്തി, ദേശീയ തലത്തിൽ നാണം കെടുത്തി. കേരളത്തിലെ പോലീസിൽ RSSന്റെ സ്വാധീനമാണ് കൂടുതൽ എന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളാണ് ആനി രാജ. ആ ആനി രാജയ്ക്ക് വേണ്ടി പോയി പ്രചരണം നടത്തണം പിണറായി വിജയൻ. കേട്ടാ, അതാണ് എനിക്ക് ബിനോയ് വിഷയത്തിലുള്ള മറുപടി. കഴിഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. കാരണം സമയം 12:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത്രയും സജീവമായ ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മീഡിയ ലീഡർ ഇല്ലാത്തതാണ്. പൊതുവെ നമുക്ക് അങ്ങനെ സംഘടിപ്പിക്കാറില്ലാത്തതാണ്. നമ്മൾ ഈ ഇലക്ഷന്റെ ഒരു സാഹചര്യം, പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഷെഡ്യൂൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നടത്തേണ്ടി വന്നതാണ്. ഏതായാലും വളരെ സജീവമായ ഒരു മീഡിയ ലീഡർ പരിപാടി ഇവിടെ നമുക്ക് വേണ്ടി കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് മലപ്പുറം പ്രസ് ക്ലബിന്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് പങ്കെടുത്ത എല്ലാ മാധ്യമ